+2 സുവോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പെൺകുട്ടി വളർച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആസ് എ ഗേൾ ഗ്രോസ് അപ്പ്, so many changes occur in her body. എന്തിനാണ് ഈ മാറ്റങ്ങൾ അവളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? അവളെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനായി സജ്ജമാക്കുന്നതിന് ആവശ്യമായ ധാരാളം മാറ്റങ്ങളാണ് അവളുടെ ശരീരത്തിൽ ദിനം പ്രതി നടക്കുക. And these changes help this girl to attain motherhood in future. ഇതിനു വേണ്ടി ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രത്യേക പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി അവളുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും ഒരുങ്ങുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സജ്ജമാക്കപ്പെടുന്ന ഈ സ്ഥലമാണ് യൂട്രസ് അഥവാ ഗർഭാശയം. ദ പ്ലേസ് വേർ ദ ബേബി ഈസ് ഗോയിങ് ടു ഗ്രോ ഈസ് ദ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. Sperms travel upwards through the cervix into the uterus and reach the ampullary isthmic junction. Ovum released by the ovary also reaches the ampullary isthmic junction. Secretions of acrosome like hyaluronidase help the sperm to enter the cytoplasm of ovum through the zona pellucida and the plasma membrane. The haploid nucleus of the sperm and ovum fuse to form a diploid zygote after fertilization. Zygote undergoes repeated cell division to form an embryo. Embryo is converted to morula which later becomes the blastocyst. എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്? യെസ്, ഇറ്റ് ഈസ് ഫ്യൂഷൻ ഓഫ് സ്പെർം ആൻഡ് എഗ്. ഒരു പുംബീജവും അണ്ഡവും സംയോജിക്കുന്ന പ്രക്രിയയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് അല്ലേ? ഇതിനെന്താണ് വിളിക്കുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് നമ്മൾ പഠിച്ചതാണ്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലോ. ഒരു സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഉണ്ടാകുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു? ഈ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡത്തിന് അത് വിഭജിക്കുകയും ബ്ലാസ്റ്റോസിസ്റ്റായി മാറുകയും ചെയ്യുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് എന്താണ് സംഭവിക്കുക? ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാനായി തുടങ്ങുന്നു. ഫെർട്ടിലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പെർം ആൻഡ് എഗ്. ദ ഫ്യൂഷൻ പ്രോഡക്റ്റ് ഈസ് റെഫേർഡ് ടു ആസ് സൈഗോട്ട്. Zygote gets converted into a mass of cells called blastocyst. This blastocyst gets attached to the uterine wall and it starts growing. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ഗർഭാശയം മാത്രമാണോ ഇതുപോലെയുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്? അല്ല, ഗർഭാശയത്തോട് ചേർന്നുള്ള അനുബന്ധ നാളികൾ അല്ലെങ്കിൽ ആക്സസറി ഡക്സും അതുപോലെ തന്നെ അണ്ഡാശയങ്ങൾ, ഓവറി ഒക്കെ ഈ ഒരു മാറ്റത്തിന് വിധേയമാകുന്നു. അതായത് ഓരോ മാസവും ഒരു പെൺകുഞ്ഞിൻ്റെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് യൂട്രസിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയത്തിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾ ഒരു ക്രമത്തിലാണ് നടക്കുക. ഓവറിയിൽ നടക്കുന്ന ഈ മാറ്റങ്ങളെ എന്ത് പേരിലാണ് നാം വിളിക്കുക? They are referred to as ovarian changes. ഓവറി അല്ലെങ്കിൽ അണ്ഡാശയങ്ങളിൽ എല്ലാ മാസവും നടക്കുന്ന ഈ മാറ്റങ്ങളെയാണ് നമ്മൾ ഒവേറിയൻ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ യൂട്രസിനും അതിൻ്റെ അനുബന്ധ നാളികളിലും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന് എന്ത് പേര് നമുക്ക് വിളിക്കാം? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. It is referred to as uterine changes. A series of cyclic changes occur in the uterus and ovary every month. എല്ലാ മാസവും ധാരാളം മാറ്റങ്ങൾ
ഓവറിയിലും അതുപോലെ തന്നെ യൂട്രസിലും നടക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളാണ് മെൻസ്ട്രുവൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രം എന്ന് അറിയപ്പെടുന്നത്. A series of cyclic changes occur in the ovary and uterus every month. അണ്ഡാശയത്തിലും അതുപോലെ തന്നെ ഗർഭാശയത്തിലും എല്ലാ മാസവും ധാരാളം മാറ്റങ്ങൾ ചാക്രികമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് 28 ദിവസത്തെ കാലാവധിക്കുള്ളിലാണ് നടക്കുന്നത്. That is, it occur at a time interval of 28 days. നമ്മൾ 28 ദിവസത്തിലൊരിക്കൽ എന്ന് പറയുമെങ്കിലും എല്ലാ സ്ത്രീകളിലും ഇത് 28 ദിവസത്തിൽ ഒരിക്കൽ അല്ല നടക്കുക. It may vary from 21 to 35 days. പക്ഷേ നമ്മളത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ആവറേജ് കണക്ക് 28 ദിവസം എന്ന് നിജപ്പെടുത്തിയാണ് നമ്മൾ ഈ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഈ മെൻസ്ട്രൽ സൈക്കിൾ എല്ലാ മൃഗങ്ങളിലും കാണാമോ? അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളിലും ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടോ? ആരൊക്കെയോ ഉത്തരം പറയുന്നുണ്ടല്ലോ. അതെ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാ മൃഗങ്ങളിലും ഈ മെൻസ്ട്രൽ സൈക്കിൾ ഇല്ല. ഇറ്റ് ഇസ് സീൻ ഇൻ പ്രൈമേറ്റ് ആനിമൽസ്. പ്രൈമേറ്റ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ജീവികളിലാണ് മെൻസ്ട്രുവൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രം കാണുന്നത്. ഒരു പ്രൈമേറ്റിന് ഉദാഹരണം പറയാമോ? ശരിയാണ്, നമ്മളൊക്കെ പ്രൈമേറ്റ്സ് ആണ്. മനുഷ്യര് പ്രൈമേറ്റ്സ് ആണ്. മനുഷ്യരെ കൂടാതെ ആൾക്കുരങ്ങുകൾ അതുപോലെ കുരങ്ങുകൾ ഇവയിലൊക്കെ മെൻസ്ട്രുവൽ സൈക്കിൾ കാണും. സോ മെൻസ്ട്രുവൽ സൈക്കിൾ ഇസ് സീൻ ഇൻ primate animals including man, apes and monkey. Primate animalsil menstrual cycle കാണുമ്പോൾ നോൺ പ്രൈമേറ്റ് ആനിമൽസിൽ ഏത് സൈക്കിളാണ് കാണുക? ആ പുസ്തകത്തിൽ ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളുക. ചോദ്യം ഇതാണ്, നോൺ പ്രൈമേറ്റ് ആനിമൽസിൽ ഏത് സൈക്കിൾ ആണ് കാണുക? പ്രൈമേറ്റ്സിൽ മെൻസ്ട്രൽ സൈക്കിൾ പോലെ നോൺ പ്രൈമേറ്റ്സിൽ ഏത് സൈക്കിളാണ് കാണുക? ഈ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചേ. സ്ക്രീനിൽ നോക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് നടക്കുന്നത് എന്നൊന്ന് വായിക്കാമോ? അതെ, ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ലെവൽസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. എന്താണ് ചേഞ്ച് ഇൻ ലെവൽസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്? രണ്ടാമത്തെ മാറ്റം എന്താണ്? ഇറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ഓവറി. അതിനെ എന്താണ് വിളിക്കുക? അതിനെയാണ് ഒവേറിയൻ ഇവൻസ് അല്ലെങ്കിൽ ഒവേറിയൻ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്, ചേഞ്ചസ് ഇൻ ലെവൽസ് ഓഫ് ഒവേറിയൻ ഹോർമോൺസ്. ചേഞ്ചസ് ഇൻ ലെവൽസ് ഓഫ് ഒവേറിയൻ ഹോർമോൺസ്. നാലാമതായിട്ട്, ചേഞ്ചസ് ഇൻ യൂട്രസ് അല്ലെങ്കിൽ യൂട്രൈൻ ഇവൻസ്. ഒന്നുകൂടെ വായിക്കാമോ? ഏതൊക്കെയാണ്? ചേഞ്ചസ് ഇൻ ലെവൽസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ചേഞ്ചസ് ഇൻ ഓവറി, ചേഞ്ചസ് ഇൻ ലെവൽസ് ഓഫ് ഒവേറിയൻ ഹോർമോൺസ് ആൻഡ് ഫോർത്ത് വൺ, ചേഞ്ചസ് ഇൻ യൂട്രസ്. പിറ്റ്യൂട്ടറി ഹോർമോണിന്റെ അളവിൽ വരുന്ന മാറ്റം. ഏതൊക്കെയാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്? അതായത് മെൻസ്ട്രൽ സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഏതൊക്കെയാണ്? അതെ, പറഞ്ഞ ഉത്തരം ശരിയാണ്. FSH ആൻഡ് LH. എന്താണ് FSH? FSH stands for ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താണ് FSH എന്ന് വേഗം ഒന്ന് എഴുതിക്കോളൂ. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഏതാണ് രണ്ടാമത്തെ ഹോർമോൺ? LH. LH ഏതാണ്? ലൂട്ടിനൈസിംഗ് ഹോർമോൺ. LH എന്ന് പറഞ്ഞാൽ ലൂട്ടിനൈസിംഗ് ഹോർമോൺ. ഈ FSHും LHും ഏത് ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺ ആണ്? അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺ ആണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പീയൂഷ്യ ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺ ആണ് FSHും LHും. രണ്ടാമത് എന്താണ് പറഞ്ഞത്? ചേഞ്ചസ് ഇൻ ഓവറി. അതിനെ ഒവേറിയൻ ഇവൻസ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്
ചേഞ്ചസ് ഇൻ ലെവൽസ് ഓഫ് ഒവേറിയൻ ഹോർമോൺസ്. ഓവറിയിൽ നിന്നുള്ള അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ നിന്നുള്ള ഹോർമോണുകളുടെ അളവിൽ സംഭവിക്കുന്ന വ്യതിയാനം അല്ലെങ്കിൽ മാറ്റം. ഏതൊക്കെയാണ് ഒവേറിയൻ ഹോർമോൺസ്? ഒവേറിയൻ ഹോർമോൺസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ആണ് ഈ രണ്ട് ഒവേറിയൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. നാലാമതായി യൂട്രസിൽ വരുന്ന മാറ്റങ്ങൾ, ദാറ്റ് ഈസ് യൂട്രൈൻ ഇവന്റ്സ്. ആദ്യമായി ആർത്തവം എപ്പോഴാണ് ഉണ്ടാകുന്നത്? When does the first menstruation occur? അതെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് മെൻസ്ട്രേഷൻ ആദ്യമായി ആരംഭിക്കുന്നത്. വാട്ട് യു കോൾ ദ ഫസ്റ്റ് മെൻസ്ട്രേഷൻ? ആദ്യത്തെ ആർത്തവത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ഇതാണ്, മെനാർക്കി. ആദ്യത്തെ ആർത്തവത്തെ വിളിക്കുന്ന പേരാണ് മെനാർക്കി. ഫസ്റ്റ് മെൻസ്ട്രേഷൻ is referred to as menarche. Does this menstrual cycle continue even in old age? വയസ്സായാലും ഈ ആർത്തവ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കുമോ? ഇല്ല, അല്ലേ? ഉത്തരം വളരെ ശരിയാണ്. It ceases during old age. Around the age of 50, menstrual cycle comes to a stop. ഒരു 50 വയസ്സാകുമ്പോഴേക്കൊക്കെ ഈ ആർത്തവം നിന്നിട്ടുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ആർത്തവ വിരാമം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് മെനോപോസ്. വാട്ട് ഈസ് മെനോപോസ്? ഇറ്റ് ഈസ് ദ സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ അറൌണ്ട് ദ ഏജ് ഓഫ് 50. സ്റ്റോപ്പേജ് ഓഫ് menstrual cycle around the age of 50 is called menopause അല്ലെങ്കിൽ ആർത്തവ വിരാമം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. Menstrual phase lasts for 1 to 5 days, which is characterized by menstrual flow. Menstrual flow occurs due to the breakdown of endometrial lining of uterus and its blood vessels, which forms a liquid that comes out through vagina. യൂട്രസിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? യൂട്രസിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന ദ്രാവകം നിങ്ങൾ കണ്ടായിരുന്നോ? യു മൈറ്റ് ഹാവ് സീൻ സം ലിക്വിഡ് ഊസിങ് ഔട്ട് ഫ്രം ദ യൂട്രസ്. എന്താണത്? അതെ, ശരിയാണ്. ഇറ്റ് ഈസ് ബ്ലഡ് അഥവാ രക്തമാണ് യൂട്രസിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്നത്. വീണ്ടും ഈ സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾ ആ ഇവന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് വായിക്കാമോ? മെൻസ്ട്രുവൽ സൈക്കിളിലെ വിവിധ ഘട്ടങ്ങളാണ് സ്ക്രീനിൽ തെളിയുന്നത്. ആ ഘട്ടങ്ങളെ ഒന്ന് വായിക്കാമോ? അതെ, ഏതാണ് ആദ്യത്തെ ഫേസ്? മെൻസ്ട്രുവൽ ഫേസ്. രണ്ടാമത്തെ ഫേസ് ഏതാണ്? ഇറ്റ് ഈസ് ദ ഫോളിക്കുലാർ ഫേസ്. മൂന്നാമത്തേത് ഓവുലേഷൻ ഫേസ്. 4 ലൂട്ടിയൽ ഫേസ്. ഏതൊക്കെയാണ് മെൻസ്ട്രുവൽ സൈക്കിളിലെ 4 ഇവന്റ്സ്? ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ഫസ്റ്റ് വൺ മെൻസ്ട്രുവൽ ഫേസ്, സെക്കൻഡ് വൺ ഫോളിക്കുലാർ ഫേസ്, തേർഡ് വൺ ഓവുലേഷൻ ഫേസ് ആൻഡ് ഫോർത്ത് വൺ ലൂട്ടിയൽ ഫേസ്. എഴുതിയല്ലോ അല്ലേ? എഴുതാത്തവർ വേഗം ഒന്ന് എഴുതിക്കോളൂ. ചിത്രം നോക്കി മെൻസ്ട്രുവൽ ഫേസിൽ യൂട്രസിനും ഓവറിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് പറയാമോ? അതെ, യൂട്രസിന്റെ ലൈനിങ് ആയ എൻഡോമെട്രിയം ഇളകി വരുന്നതായി നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടു അല്ലേ? അത് മുകളിൽ നിന്ന് പതിയെ ഇളകി വരുന്നതും രക്തം താഴേക്ക് വരുന്നതുമാണ് നിങ്ങൾ കണ്ടത്. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് മെൻസ്ട്രുവൽ ഫ്ലോ, അല്ലെങ്കിൽ മെൻസസ്, അല്ലെങ്കിൽ പീരിയഡ്സ്, അല്ലെങ്കിൽ മാസമുറ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. യൂട്രസിലെ ലൈനിങ് ഇളകി വരുന്നു. യൂട്രസിലെ ലൈനിങ് മാത്രമാണോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? അല്ല, അതിലെ ബ്ലഡ് വെസൽസും ഒക്കെ പൊട്ടാനായിട്ട് തുടങ്ങുന്നു. അതായത് എല്ലാ മാസവും ഫെർട്ടിലൈസേഷൻ നടക്കും എന്ന പ്രതീക്ഷയിൽ, ഒരു കുഞ്ഞ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ യൂട്രസ് ആ കുഞ്ഞിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് കാത്തിരിക്കുന്നു. യൂട്രസ് മേക്സ് പ്രിപ്പറേഷൻസ് to receive a baby or fetus. Every month
the uterus prepares itself to receive this fetus. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ ഒരുക്കങ്ങളെല്ലാം വെറുതെയാകും. ബീജസംയോഗം നടന്നില്ല എങ്കിൽ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ വെറുതെയാകും. Now what happens? The endometrial lining along with its blood vessels start breaking down. അത് പൊട്ടാനായിട്ട് തുടങ്ങും. അതിനുശേഷം അത് വെജൈനയിൽ കൂടി പുറത്തേക്ക് വരും. എങ്ങനെ? ബ്ലഡിൻ്റെ രൂപത്തിൽ അത് വെജൈനയിൽ കൂടി അല്ലെങ്കിൽ യോനിയിൽ കൂടി അത് പുറത്തേക്ക് വരും. ആൻഡ് ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് മെൻസസ് ഓർ മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ മാസമുറ എന്നൊക്കെ വിളിക്കുന്നത് ഇതാണ്. സ്ക്രീനിൽ നോക്കി അടുത്ത ഫേസ് ഏതാണെന്ന് ഒന്ന് പറയാമോ? അതെ, ആ ഫേസാണ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഘട്ടത്തിൽ ഫോളിക്കിൾസ് വളരുന്നു. നിങ്ങൾ നേരത്തെ തന്നെ ഊജനസിസ് പഠിച്ചപ്പോൾ അവിടെ ഫോളിക്കിൾസിന്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഫോളിക്കിൾസ് വളരുന്ന ഘട്ടമായത് കൊണ്ടാണ് ഇതിനെ ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കുന്നത്. ഈ ഫോളിക്കിൾസിന്റെ അകത്ത് എന്താണ് കാണുക? അതിനുള്ളിലാണ് എഗ്ഗ് അല്ലെങ്കിൽ അണ്ഡം വളരുന്നത്. ഈ ചിത്രം നോക്കിയിട്ട് എൻഡോമെട്രിയത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് പറയാമോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പുതിയ എൻഡോമെട്രിയം യൂട്രസിൽ വളരാനായിട്ട് തുടങ്ങുന്നു. ന്യൂ എൻഡോമെട്രിയം ഹാസ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഇൻസൈഡ് ദ യൂട്രസ്. യൂട്രസിന് പുതിയ ലൈനിങ്, ഗർഭാശയ ഭിത്തിയിൽ പുതിയ ആവരണം വളരാനായിട്ട് തുടങ്ങുന്നു. ദാറ്റ് ഈസ് എ ന്യൂ എൻഡോമെട്രിയം ഹാസ് സ്റ്റാർട്ടഡ് പ്രോളിഫറേറ്റിംഗ്. പ്രോളിഫറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരുക. പുതിയ എൻഡോമെട്രിയം വളരുന്നത് കൊണ്ട് ഈ ഫേസ് അല്ലെങ്കിൽ ഈ ഘട്ടത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് പ്രോളിഫറേറ്റീവ് ഫേസ്. ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫറേറ്റീവ് ഫേസിൽ ധാരാളം ഹോർമോൺസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഏതൊക്കെ ഹോർമോൺസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് സ്ക്രീനിൽ നിന്നൊന്ന് പറയാമോ? അതെ, FSH ഉണ്ട്, LH ഉണ്ട്, ഈസ്ട്രജൻ ഉണ്ട്. ഏതൊക്കെ ഹോർമോൺസ് ആണ്? FSH, LH, estrogen. During this proliferative phase or follicular phase, many hormones are involved. Which are the hormones involved in the process? They are LH, FSH and estrogen. LH and FSH are produced from anterior pituitary. അതേസമയം ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വളരുന്ന ഫോളിക്കിൾസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, ഓവറിക്കകത്ത് ധാരാളം ഫോളിക്കിൾസ് വളരാനായിട്ട് തുടങ്ങുന്നു. ഈ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഫോളിക്കിൾസിന്റെ വളർച്ചയ്ക്ക് FSHും LHും സഹായിക്കുമെങ്കിൽ ഈസ്ട്രജൻ എൻഡോമെട്രിയത്തിന്റെ പ്രോളിഫറേഷനാണ് സഹായിക്കുന്നത്. FSHും LHും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോളിക്കിൾസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുമ്പോൾ ഈസ്ട്രജൻ എൻഡോമെട്രിയത്തിന്റെ പ്രോളിഫറേഷന് സഹായിക്കുന്നു. FSH and LH helps in the growth of follicles, whereas estrogen helps in the proliferation of endometrium. സ്ക്രീനിൽ നോക്കി അടുത്ത ഇവന്റ് ഏതാണെന്ന് ഒന്ന് പറയാമോ? അടുത്ത ഇവന്റ് ആണ് ഓവുലേഷൻ ഫേസ് അല്ലെങ്കിൽ ഓവുലേറ്ററി ഫേസ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. During the follicular phase, Graafian follicle is formed within the ovary and new endometrial lining is formed in the uterus. Release of ovum or ovulation occur in the middle of the cycle under the influence of LH. എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? ആ ചിത്രം നോക്കിയിട്ട് എന്തിനാണ് ഇതിനെ ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത് ഒന്ന് പറയാമോ? യെസ്, യു ആർ റൈറ്റ്. ഈ ഘട്ടത്തിലാണ് ഓവുലേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ അണ്ഡ വിസർജനം നടക്കുന്നത്. വാട്ട് ഈസ് ഓവുലേഷൻ? ദ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ruptures and release the ovum by around the 14th day അല്ലെങ്കിൽ ഈ ആർത്തവ ചക്രത്തിന്റെ മധ്യഘട്ടമാവുമ്പോഴേക്ക് അണ്ഡം വിസർജിക്കപ്പെടുന്നു അല്ലെങ്കിൽ
ovum is released. ഇതിനെയാണ് ovulation എന്ന് വിളിക്കുക. Ovulation is the process of release of ovum from the mature graphene follicle by its rupture. Mature ആയ graphene follicle പൊട്ടി അണ്ഡം പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് അണ്ഡവിസർജനം അഥവാ ഓവുലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഓവുലേഷൻ നടക്കുന്നത്? ഗൊണാഡോട്രോപ്പിൻസ് ആയ FSHും LHും അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന, അതായത് അതിൻ്റെ ലെവൽസ് മാക്സിമം എത്തുന്നത് ഈ ഘട്ടത്തിലാണ്. ഏതൊക്കെ ഹോർമോൺസ് ആണ്? FSHും LHും. Both FSH and LH reach maximum at this stage, and at the mid-cycle, LH level reaches its peak. ഏറ്റവും ഉന്നത ലെവലിൽ എത്തുന്നു LHന്റെ ലെവൽ, and this is referred to as LH surge. What is LH surge? LHന്റെ അളവ് ഏറ്റവും കൂടി നിൽക്കുന്ന ആ സമയത്തെയാണ് LH surge എന്ന് വിളിക്കുന്നത്. ഈ LH surge ആണ് അണ്ഡവിസർജനത്തിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഗ്രാഫീൻ ഫോളിക്കിൾ റപ്ചർ ആകാൻ കാരണം ഈ LH surge ആണ്. Displayed on the screen is a slide showing the hormones released from anterior pituitary and their action on menstrual cycle. ആ ഫ്ലോ ചാർട്ട് നോക്കി ഒന്ന് ബുക്കിൽ വേഗം രേഖപ്പെടുത്തിക്കോളൂ. ഏതൊക്കെയാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഗൊണാഡോട്രോപ്പിൻസ്, LHും FSHും. LH helps in rupture of graphene follicle and ovulation. FSH helps in follicular development as well as secretion of estrogen by growing follicle. സ്ലൈഡ് നോക്കി അടുത്ത ഘട്ടം ഏതാണെന്നൊന്ന് പറയാമോ? യെസ്, ഇറ്റ് ഈസ് ദ ലൂട്ടിയൽ ഫേസ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. In the luteal phase, the remnants of the ruptured graphene follicle gets converted to a temporary endocrine gland called corpus luteum. It secretes the female hormone progesterone which help in maintaining pregnancy. ഈ ലൂട്ടിയൽ ഫേസിന് പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഘട്ടത്തിലാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു താൽക്കാലിക അന്തസ്രവ ഗ്രന്ഥി ഉണ്ടാകുന്നത്. It is during this phase that corpus luteum, a temporary endocrine gland, is formed inside the ovary. എവിടെ നിന്നാണ് ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് കോർപ്പസ് ലൂട്ടിയമായി മാറുന്നത്? Corpus luteum is formed from the remnants of ruptured graphene follicle. പൊട്ടിപ്പോയ ഗ്രാഫീൻ ഫോളിക്കിളിന്റെ ബാക്കി അല്ലെങ്കിൽ അവശിഷ്ടമാണ് ഈ കോർപ്പസ് ലൂട്ടിയം എന്ന ഗ്രന്ഥിയായി രൂപാന്തരപ്പെടുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് ജോലിയാണ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് കോർപ്പസ് ലൂട്ടിയം? അതിൻ്റെ ധർമ്മം എന്താണ്? കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസസ് എ ഹോർമോൺ. ഈ ഹോർമോണിന്റെ പേരാണ് പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രൊജസ്റ്ററോൺ? Progesterone is concerned with maintenance of endometrium during pregnancy. ഗർഭാവസ്ഥയിൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ് പൊട്ടിപ്പോകാതെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ലോഗിൽ വേഗം ഈ ചോദ്യം ഒന്ന് എഴുതിക്കൊള്ളുക. ക്വസ്റ്റ്യൻ നമ്പർ 1. Why is FSH and LH referred to as gonadotropins? എന്തിനാണ് FSHനെയും LHനെയും ഗൊണാഡോട്രോപ്പിൻസ് എന്ന് വിളിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ റോൾ ഓഫ് ഗൊണാഡോട്രോപ്പിൻസ് ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ.
ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ ഗൊണാഡോട്രോപ്പിൻസിന്റെ ധർമ്മം എന്താണ് എന്ന് എഴുതുക. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. In the absence of pregnancy, corpus luteum degenerates. As a result, amount of progesterone decrease and this cause the breakdown of endometrial lining of uterus resulting in menses or menstrual flow. വീഡിയോ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ആ വീഡിയോ നോക്കി കോർപ്പസ് ലൂട്ടിയത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയാമോ? ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം ചുരുങ്ങി ഇല്ലാതാകുന്നു. ദാറ്റ് ഈസ്, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ കോർപ്പസ് ലൂട്ടിയം വിൽ സ്റ്റാർട്ട് ഡീജനറേറ്റിംഗ്. കോർപ്പസ് ലൂട്ടിയം ഇല്ലാതെയാകാൻ തുടങ്ങിയാലോ പ്രൊജസ്ട്രോണിന്റെ അളവും കുറയും. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? എൻഡോമെട്രിയൽ ലൈനിങ് ക്രമേണ പൊട്ടാനായിട്ട് തുടങ്ങുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് പൊട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ചിത്രം നോക്കി പറഞ്ഞേ, എന്താ പുറത്തേക്ക് വരിക? അതെ, രക്തം പുറത്തേക്ക് വരുന്നു. ദാറ്റ് ഈസ്, ഹിയർ സ്റ്റാർട്ട്സ് എ ന്യൂ മെൻസ്ട്രുവൽ സൈക്കിൾ. അടുത്ത മെൻസ്ട്രുവൽ സൈക്കിൾ ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് വേഗത്തിൽ അടുത്ത ചോദ്യങ്ങൾ ഒന്ന് എഴുതാം. ഡ്രോ ദ ഗ്രാഫ്സ് ഡെപിക്റ്റിംഗ് ലെവൽസ് ഓഫ്, അതിലും രണ്ട് പാർട്ടുണ്ട് ചോദ്യത്തിന്. എ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ FSH and LH. B part of the question estrogen and progesterone. വീണ്ടും പുതിയ ഒരു ടോപ്പിക്കുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.